ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐബോർഡ് പരിശോധനയുടെ വിവരങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചിരുന്നു. കൃത്യമായി എന്തൊക്കെ സൂചനകളാണ് ഈ പരിശോധനയിൽ ലഭിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. മുഹാജിർ ജമാലുദ്ദീൻ ഉണ്ട് ഇത് വിശദീകരിക്കാനായി. മുഹാജിർ, ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കൃത്യമായി ഈ സ്ഥലം ഇപ്പോൾ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 132 മീറ്റർ അകലെയാണ് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ഇന്നത്തെ ഐബോർഡ് പരിശോധനയിൽ നമുക്ക് ലഭിക്കുന്നത്? ജിൽസി, കാർവാറിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ ശിരൂരിൽ പുഴ കേന്ദ്രീകരിച്ച് ഡ്രോൺ ബേസ്ഡ് ഐബോർഡ്, അതായത് ഈ പറയുന്ന ഇമേജുകൾ അവർ ലഭ്യമാക്കിയത്. അപ്പോൾ അവരുടെ കഴിഞ്ഞ 2-3 ദിവസത്തെ പരിശോധന, ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവർ തന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ഈ ഇമേജും നൽകിയിട്ടുണ്ട്. ഈ ഇമേജിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാം, CP1, CP2, CP4, CP3 എന്നിങ്ങനെ 4 പോയിന്റുകളാണ് ഈ പുഴയിൽ അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ CP4 ആണ് അർജുൻ്റെ ലോറി ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ ഇമേജ് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു പുഴയുണ്ട്. പുഴയുടെ ഈ ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായ റോഡിൻ്റെ ഭാഗം. ഈ റോഡിൽ നിന്ന്, അതായത് ഈ കരയിൽ നിന്ന് ഏതാണ്ട് 132 മീറ്റർ അകലെ പുഴയിലേക്ക് ഉള്ള ഈ CP4 എന്ന പോയിന്റാണ് അർജുൻ്റെ ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ഈ കമ്പനി പറയുന്നത്. മറ്റ് CP1, CP2, CP3 എന്നീ പൊസിഷനുകളിൽ വളരെ കുറഞ്ഞ പ്രോബബിലിറ്റി സാധ്യത മാത്രമാണുള്ളത്. CP4 എന്തുകൊണ്ട് ആ CP4 എന്ന പോയിന്റിൽ കാണാം അർജുൻ്റെ ലോറി ഉണ്ടാകും എന്നവർ പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനം, അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ തെർമൽ ഇമേജിംഗ് അങ്ങനെ മറ്റ് പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ അവിടെയുള്ള ഒബ്ജക്റ്റ് ഏതാണ്ട് ഒരു ട്രക്കിൻ്റെ രൂപത്തിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും അവർ നൽകുന്നുണ്ട്. ഈ ട്രക്ക് ഏതാണ്ട് മണ്ണിൽ തട്ടി, അതായത് പുഴയുടെ അടിത്തട്ടിൽ തട്ടി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതിൻ്റെ ക്യാബിനാണ് ഏറ്റവും മുകൾ ഭാഗത്ത് ഉള്ളത്. ഈ ക്യാബിൻ അത് പാർഷ്യലി ഡാമേജ്ഡ് ആയിരിക്കാൻ ഉള്ള സാധ്യതയാണ് അവർ ഇപ്പോൾ കാണുന്നത്. അതായത് അതിനകത്തേക്ക് വെള്ളം കയറിയിരിക്കാം. ഇപ്പോൾ ഈ ട്രക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ട്രക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒബ്ജക്റ്റിന് ചുറ്റും ഒരുപാട് പാറയുണ്ട്, ചളിയുണ്ട്. അങ്ങനെ ചളിയിൽ പുതഞ്ഞ നിലയിലാണ് ട്രക്ക് ഉള്ളത് എന്നും ഈ കമ്പനിയുടെ അവർക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ, അതായത് ഈ 132 മീറ്റർ ഈ പുഴ, ഗംഗാവലി പുഴ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഏതാണ്ട് 210 മീറ്റർ വീതിയിലാണ് ഒഴുകുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ മലവെള്ളപ്പാച്ചിലും മറ്റും മഴയും ഒക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 250-നും 300-നും ഇടയിൽ അങ്ങനെ ആണ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വരും ഇപ്പോൾ ഈ 132 മീറ്റർ എന്ന് പറയുമ്പോൾ. നമുക്ക് ഇവിടെ ഈ ഇമേജിൽ നേവിയുടെ 2 ബോട്ടുകൾ അവിടെ പരേഡ് നടത്തുന്നത്, അവിടെ ഇങ്ങനെ സെർച്ച് നടത്തുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഏരിയ കേന്ദ്രീകരിച്ച് ഇവിടെ മൺകൂനയും കാണാം. അതായത് ഇവിടെ നിന്ന് ഒലിച്ചിറങ്ങിയ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വന്ന മണ്ണ് കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിനും സമീപത്തായിട്ടാണ് ഈ CP4 എന്ന ലൊക്കേഷൻ. ഇതാണ് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് നമുക്ക് പറയാം. ഈ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ നടക്കുക. തീർച്ചയായും ഒരു 132 മീറ്റർ അകലെയുള്ള ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. കാർവാറിൽ നിന്നുള്ള ഒരു സ്വകാര്യ ഏജൻസിയുടെ ഐബോർഡ് പരിശോധനയിൽ വ്യക്തമായ വിവരങ്ങളാണ്. ഇത് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഈ ലോറി കിടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ മാത്രമല്ല, ഇത് ക്യാബിനുമായി പാർഷ്യലി ഭാഗികമായെങ്കിലും വേർപെട്ടിരിക്കാനുള്ള സാധ്യതകൾ. പക്ഷേ ഏറ്റവും നിരാശാജനകം ഈ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മുഹാജിർ ജമാലുദ്ദീൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.